നമസ്കാരം. ഒരു വാർത്ത അത് കണ്ടപ്പോഴും കേട്ടപ്പോഴും വളരെയധികം വിഷമവും സങ്കടവും ആത്മരോഷവും ഒക്കെ തോന്നി. അതായത് ഒരു പിഞ്ചു കുഞ്ഞിന് ഈ നാട്ടിൽ യഥാർത്ഥ രീതിയിലുള്ള ചികിത്സ അനുഭവിച്ച് രോഗം മാറി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതായോ എന്ന ഒരു സംശയം അത് അതീവ ദുഃഖമുണ്ടാക്കി. നമ്മുടെ നാട്ടിലല്ല, എന്നാൽ പോലും ഭോപ്പാലിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഒരു പിഞ്ചു കുഞ്ഞ്, 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞ്, അതിന് ഒരു അസുഖം വരുന്നു, ചികിത്സ ഫലിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞിനോട് സ്വയം മരണത്തെ പുൽക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് കുഞ്ഞ് ഈ മാർഗം തിരഞ്ഞെടുത്തതാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേരും വിവരങ്ങളും ഒക്കെ തന്നെ ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുന്നു. ഈ മാതാപിതാക്കൾ മനുഷ്യരാണോ? ഇവർ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തത് എന്ന് തോന്നിപ്പോകുന്നു. പലപ്പോഴും മതാചാരപ്രകാരമുള്ള, അത് ഏത് മതത്തിൻ്റെതായാലും ഇത്തരം ദുരാചാരങ്ങൾ, സതി പോലെയുള്ള ദുരാചാരങ്ങളൊക്കെ നമ്മൾ പണ്ടേ ഇല്ലാതാക്കിയതാണ്. ഇത്തരം ദുരാചാരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ള ദുഃഖകരമായ, വിഷമകരമായ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ചും ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും ലോകമൊക്കെ പുരോഗമിച്ചിട്ടും ഇത്തരം മതം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇത്തരം ദുരാചാരങ്ങൾ തുടരുന്നു എന്നത് അത്യന്തം ഖേദകരമാണ്. മസ്തിഷ്കാർബുദ ബാധിതയായ 3 വയസ്സുകാരിയെ സന്താര എന്ന മതപരമായ മരണത്തിന് മാതാപിതാക്കൾ വിധേയയാക്കി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ജൈനമത പ്രകാരമുള്ള സന്താര എന്ന അനുഷ്ഠാനത്തിന് കുട്ടിയെ വിധേയയാക്കാൻ ഒരു മതാചാര്യൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഇതിന് മുതിർന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. ഏകമകൾ വിയന്ന ജൈൻ മാർച്ച് 21 മരിച്ചതായി മാതാപിതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് കുഞ്ഞിന് രോഗം സ്ഥിരീകരിച്ചത്. ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പരാജയപ്പെട്ടതോടെയാണ് കുടുംബം ആത്മീയ ഉപദേശത്തിനായി എത്തിയത്. IT ഉദ്യോഗസ്ഥരായ പീയൂഷും വർഷ ജൈനുമാണ് വിനയയുടെ മാതാപിതാക്കൾ. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കുഞ്ഞിന് പ്രയാസം നേരിട്ടതോടെ മാർച്ച് 21 ജൈന സന്യാസിയായ മുനി മഹാരാജിനെ സന്ദർശിച്ചു. കുട്ടിയുടെ മരണം ആസന്നമായെന്നും കുട്ടിക്ക് സന്താരയ്ക്കുള്ള അവസരം നൽകാമെന്നും സന്യാസി പറയുകയും മാതാപിതാക്കളുടെ സമ്മതത്തോടെ വിയന്നയ്ക്ക് സന്താര അനുവദിക്കുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ കുട്ടി മരിക്കുകയും ചെയ്തു. ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വിയന്നയുടെ പേര് രേഖപ്പെടുത്തി സന്താര അനുഷ്ഠിച്ചു മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും ചെയ്തതായിട്ട് വളരെ അഭിമാനത്തോടെ ആ മാതാപിതാക്കൾ ഒരു മനുഷ്യത്വമില്ലാതെ പറയുകയും ചെയ്തു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നു. മകൾ രോഗം മൂലം കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാനാവില്ലെന്നും തീരുമാനമെടുക്കാൻ പ്രയാസമുണ്ടായെങ്കിലും സന്താരയാണ് നല്ലത് എന്ന് തോന്നിയതായും വർഷ ജെയിൻ ഇന്ത്യ ടുഡേയോട് പ്രതികരിച്ചു. സലേഖന എന്നും സമാധി മരണമെന്നും അറിയപ്പെടുന്ന സന്താര തന്റെ മരണം ആസന്നമായി എന്ന് തോന്നുന്ന ഒരു വ്യക്തി ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് സ്വയം മരണത്തെ വരിക്കുന്ന രീതിയാണ് ജൈന മതപ്രകാരം. അല്പാൽപമായി ഭക്ഷണവും കുടിനീരും ഒഴിവാക്കി മരണം വരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സന്താര ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്നും നിർവ്വാണ പ്രാപ്തിയിലേക്ക് നയിക്കുമെന്നും ജൈനർ വിശ്വസിക്കുന്നു. മരണം ആസന്നമായിരിക്കുന്നവർക്ക് മാത്രമേ സന്താര അനുഷ്ഠിക്കാൻ അനുമതിയുള്ളൂ. ഈ 3 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് എന്തിനാണ് ഈ സന്താര എന്ന് പറയുന്ന സ്വയം മരണം അനുഷ്ഠിച്ചത്? ഇത് നിയമപരമായി തെറ്റല്ലേ? ഇത് ഈ മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? വെറും 3 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ തുടർ ചികിത്സയ്ക്ക് വിധേയയാക്കാം. ആ കുട്ടിക്ക് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ആ കുട്ടിക്ക് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ. ഇത്രയും ആധുനിക ശാസ്ത്രം വളർന്നിരിക്കുന്നു. ആ കുട്ടിയെ ചികിത്സിക്കാൻ പണമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാം. നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ട്, അതിലൂടെ ഈ കുട്ടിയെ ചികിത്സിക്കാം. അർബുദമൊക്കെ ഭേദമാകാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അതിന് അത്യന്താധുനിക സംവിധാനങ്ങളും തെറാപ്പികളും അതുപോലെ മരുന്നുകളും ഒക്കെയുണ്ട്. ഈ കുഞ്ഞിനെ, 3 വയസ്സുള്ള കുഞ്ഞിനെ എന്തിനാണ് സത്യത്തിൽ കൊന്നത്? അങ്ങനെ തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കൊന്നത് എന്തിനാണ്? പ്രായാധിക്യം കൊണ്ട് മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാനാകാത്തവർ, ചികിത്സിച്ച് ഭേദമാക്കാത്ത രോഗമുള്ളവർ, ക്ഷാമം പോലുള്ള സന്ദർഭങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നവർ തുടങ്ങിയവർക്കാണ് ഈ സന്താര അനുഷ്ഠിക്കാമെന്ന് ജൈനമതം പറയുന്നത്. സന്താര തിരഞ്ഞെടുക്കുന്നവർ തങ്ങളുടെ എല്ലാ കർത്തവ്യങ്ങളും ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവരിൽ നിന്ന് മാനസികമായി അകലണം, മറ്റുള്ളവരോട് പൊറുക്കുകയും തന്റെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. ഈ കുഞ്ഞ്, 3 വയസ്സുള്ള കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മാപ്പ് അപേക്ഷിക്കേണ്ടത്? താൻ ചെയ്ത കുറ്റങ്ങളിൽ പശ്ചാത്തപിക്കണം. പ്രശാന്തമായ മനസ്സോടെ പ്രാർത്ഥനകളിൽ മുഴുകി പതിയെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് മരണം വരെ നിരാഹാരം തുടരുകയാണ് ഈ രീതി. ഈ കുഞ്ഞിനെ കൊണ്ട് നിർബന്ധിച്ചായിരിക്കും ചെയ്യിച്ചത്. വിശന്ന് കരഞ്ഞു കാണും, അത് ദാഹിച്ചു വലഞ്ഞു കാണും. ഈ മാതാപിതാക്കൾ തുള്ളി വെള്ളം കൊടുത്തില്ല. അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ ഭോപ്പാലിൽ നിന്ന്, ഇൻഡോറിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. ഈ മതാചാരപ്രകാരമുള്ള പല കാര്യങ്ങളുമുണ്ട്. ഈ ചേലാകർമ്മം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മതാചാരപ്രകാരം ചെയ്യുന്നതാണ്. അതൊക്കെ എത്ര വേദനാജനകമാണ്. ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ജീവിതത്തെ എത്രമാത്രം അതൊക്കെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി മതങ്ങൾക്ക് ഇത്തരം ദുരാചാരങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. എല്ലാ മതങ്ങൾക്കുമുണ്ട്. ഈ ദുരാചാരങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന നിയമവും ഇവിടെയുണ്ട്. പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊച്ചുകുട്ടികളിൽ വരെ അനുഷ്ഠിക്കുമ്പോൾ, ഒരു കൊച്ചുകുഞ്ഞിനെ മരണത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുമ്പോൾ ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണം. ഇനിയിപ്പോൾ മാതാപിതാക്കളല്ല, ആരായാലും. മതാചാരപ്രകാരമുള്ള മരണം എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ദിവ്യത്വം കൽപ്പിച്ച്, ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞ്
മറ്റുള്ളവരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കൃതിയിലേക്ക് ഒരിക്കലും നമ്മുടെ രാജ്യവും നമ്മുടെ ജനങ്ങളും പോയിക്കൂടാ, ഒരു വ്യക്തിയും പോയിക്കൂടാ, ഒരു രാജ്യത്തെ ഒരു വ്യക്തിയും പോയിക്കൂടാ എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രമൊക്കെ ഇത്രയും ഡെവലപ്ഡായ സ്ഥിതിക്ക്, ഇത്രയും പുരോഗതി പ്രാപിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ 3 വയസ്സുള്ള കുഞ്ഞിന് ഒരു ചികിത്സ നൽകാനുള്ള ആ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഉണ്ടെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ ഒരു പിഞ്ചു കുഞ്ഞിനെ സന്താര എന്ന പേരിൽ ജൈനമതത്തിന്റെ സ്വയം മരണത്തെ പുൽകി ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ആ ഒരു ആചാര രീതിയുടെ അല്ലെങ്കിൽ ദുരാചാര രീതിയുടെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ അത്യന്തം ദുഃഖിക്കുന്നു, അത്യന്തം ഖേദിക്കുന്നു, ശക്തമായി എതിർക്കുന്നു. ഒരിക്കലും നമുക്ക് ഒരു പൊതുസമൂഹത്തിന് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇതിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഒരു മതാചാര പ്രകാരമുള്ള ചടങ്ങാണ്, ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെടും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭാവിയിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം. അതിനുള്ള സാധ്യത ഒരിക്കലും നമ്മൾ നൽകരുത്. നിയമപരമായി തന്നെ ഇതിനെ ശക്തമായി തന്നെ നേരിടണം, നിയമപരമായി നടപടിയെടുക്കണം. ആ കുഞ്ഞിനെ കൊന്നതിന്, മനഃപൂർവ്വം കൊന്നതിന് തന്നെ ഇവർക്കെതിരെ കേസെടുക്കുകയും വേണം, വിശദമായ അന്വേഷണം നടത്തുകയും വേണം എന്നാണ് ഈ വാർത്തയ്ക്ക് വിവിധ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവിതം മനഃപൂർവ്വം ഇല്ലാതാക്കിയിട്ട് അതിനെ സന്ധാര എന്നും അല്ലെങ്കിൽ ദിവ്യമരണമെന്നും ഒക്കെ പേരിട്ട്, ഓമന പേരിട്ട് വിളിച്ച് അതിനെ ലഘൂകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരിക്കലും നമുക്കത് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ അന്വേഷണം ഉണ്ടാകണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.